എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ് ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂരം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ 2025 പൂരം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സെപ്റ്റംബർ 2025 പൂരം നക്ഷത്രക്കാർക്ക്. Five of Pentacles, Emperor energy, Devil moment, Temperance, Queen of Cups, Ten of Swords. ആദ്യം തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. നിങ്ങളുടെ ജനറലി ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഒരു പരിധി വരെ നിങ്ങൾക്കൊരു സംഘർഷമാണ് സാമ്പത്തിക കാര്യത്തിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും അതേപോലെ റിലേഷൻഷിപ്പിൽ ഒരു സംഘർഷം. അപ്പോൾ ആദ്യം തന്നെ 5 പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളതും ലൈഫിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാമ്പത്തിക സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവ് ഒരു ലിമിറ്റഡ് മൈൻഡ് സെറ്റാണ്. അതായത് എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു ചിന്തയാണ്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ സബ് കോൺഷ്യസിലായിരിക്കും ഒരുപക്ഷെ ഈ ഒരു ചിന്തയുള്ളത്. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ചെയ്യണം എന്നുള്ള അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി നേടണം. ജോലിയും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാരെ സംബന്ധിച്ച് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ സാമ്പത്തികം അതിനനുസരിച്ച് ജോലിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ്. അപ്പോൾ നല്ല ജോലി വേണം, ഇന്ന ജോലി വേണം എന്ന് ആഗ്രഹം മനസ്സിലുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ എന്തുകൊണ്ടോ കോൺഫിഡൻസ്, നിങ്ങളുടെ വളർന്നു വന്ന സാഹചര്യം, കോൺഫിഡൻസ് ഇല്ലായ്മ, ചുറ്റുമുള്ള ആളുകളുടെ സപ്പോർട്ടില്ലായ്മ, ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ഇതിന് അർഹയല്ല, കാരണം എനിക്ക് ഇതിനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അത് ഡയറക്റ്റായിട്ടൊരു ഇതായിട്ട് വരുവാണെങ്കിൽ നമ്മൾക്കത് മനസ്സിലാവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇൻഡയറക്റ്റ്ലി നമ്മൾ ചിന്തകൾ നിങ്ങൾ ചില ആളുകൾ മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്ന് പറയും. അതെല്ലാവർക്കും പറ്റിയ കാര്യമല്ല. നമ്മൾ പലപ്പോഴും മെഡിറ്റേഷനിലേക്ക് പോവുകയാണ് എങ്കിൽ, പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. അത് എല്ലാവരുടെയും ഉള്ളിൽ ഇൻഡ്യൂഷനുണ്ട്. പക്ഷേ പലരും അത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പലർക്കും പറ്റാറില്ല. അത് ചിന്തകൾ പല വഴിക്ക് പോവും. അത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഒന്ന് ആദ്യമേ തന്നെ ഫസ്റ്റ് 10 മിനിറ്റത്തെ മെഡിറ്റേഷനിലേക്ക് പോകാതിരിക്കും. ഒരു മിനിറ്റ് അത് പറ്റുന്നുണ്ടോ എന്ന് അത് തന്നെ ചില ആളുകൾക്ക് പാടായിരിക്കും. ഒന്ന് നമ്മൾ പലരും ചിന്തിക്കുന്ന കോൺസെൻട്രേഷൻ അത് ഡയറക്റ്റ്ലി നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങളും ചാലഞ്ചസും ലൈഫിലുള്ള ആളും ഒരിടത്ത് ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിൽ മുഴുവൻ ഈ പൈസ അടയ്ക്കാണ്ട് EMI അടച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ലോൺ അടച്ചിട്ടില്ല, അല്ലെങ്കിൽ ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല, ജോലി കിട്ടിയിട്ട് വേണം ഇന്ന കാര്യങ്ങൾ, കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ പല കാര്യങ്ങളും ആളുകളുടെ ഉള്ളിൽ വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 1 മിനിറ്റ് കോൺസെൻട്രേഷനിലേക്ക് ഒരു 1 മിനിറ്റിൽ നിന്ന് 5 മിനിറ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ അച്ചീവ്മെൻ്റ് ആണ്. പലരും നേരെ 4th സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ആ ചിന്ത ആദ്യം മാറ്റിക്കളയുക എന്നുള്ളതാണ്. കാരണം ഇവിടെ അതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട് ഓപ്പർച്യൂണിറ്റി, പക്ഷെ നിങ്ങളത് കാണുന്നില്ല. ആ ഒരു എനർജി ആദ്യം മാറ്റുക. നിങ്ങളുടെ ശരിയായിട്ടുള്ള ഒരു എംപറർ എനർജിയാണ്. ഹയർ പൊസിഷനിലേക്ക് എത്താനുള്ള സാധ്യതയും അതിനുള്ള കരുത്തും അതിനുള്ള സ്കിൽസും ടാലൻറ്റും നിങ്ങളിലുണ്ട്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഈ ഒരു മൈൻഡ് സെറ്റ് അപ്ബ്രിങ്ങിങ് ആവാം, പലതുമാവാം. അപ്പോൾ ഈ ഒരു എംപറർ എനർജിയാണ്. സോ നിങ്ങളെ പലരെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് സൈക്കോളജിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പലരുടെയും അപ്പോൾ ജാതകം തെറ്റാണ്, ജാതകത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ചില ആളുകൾ ആസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതിന് സാധ്യത ഇല്ലാത്ത ആളുകൾക്ക് അത് എന്തൊക്കെ ശ്രമിച്ചാലും അതിലേക്ക് എത്തില്ല. അപ്പോൾ എത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ അതിന് സാധ്യതകൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ നമ്മളത് ജാതകത്തിൽ വിശ്വസിക്കാത്ത ആൾ ജാതകം നോക്കുന്നില്ല, എന്നിട്ട് ജാതകം ശരിയല്ല എന്ന് പറയുന്നു. പക്ഷേ അവരത് നോക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ശരിയോ തെറ്റോ എന്ന് പറയാൻ നമ്മളൊരു കാര്യം ഇപ്പോൾ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പറയുമ്പോൾ
അത് ശരിയല്ല എന്ന് പറയുന്ന ആൾ ആ മതഗ്രന്ഥം വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു. അതുപോലെ തന്നെയാണ് ലൈഫും. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആകണം എന്നുള്ളത് എവിടെയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എഫേർട്ട് എടുക്കുകയോ നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ആ ഒരു രീതിയിൽ മുന്നേറാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ അതിന് സ്റ്റെപ്പ് എടുക്കുകയും ആ ഒരു ധൈര്യവും റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായാൽ ധൈര്യമായിട്ട് അതിന് സാധ്യതകളുണ്ട്. നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. വിദേശത്ത് പോയി സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വിദേശത്തേക്ക് പോകാൻ പാസ്പോർട്ട് പോലും ഇല്ലാത്ത ഒരാൾക്ക് അതൊരിക്കലും പറ്റില്ല. അപ്പോൾ ആദ്യ സ്റ്റെപ്പ് എന്താണോ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഡെവൽ മൂവ്മെൻ്റ് ഉണ്ട്. കാരണം ഇത് സൂചിപ്പിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു നെഗറ്റീവ് എനർജി അല്ല. കാരണം ആഗ്രഹങ്ങൾ പലരും പറയുമ്പോൾ പല ആളുകളും ചുറ്റുമുള്ളവർ ഇപ്പോൾ ഒരു വളരെ സാധാരണ കുടുംബത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം വളരെ കൺസ്ട്രക്ഷൻ വർക്കറായിട്ടുള്ള അല്ലെങ്കിൽ വീട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ വലിയൊരു കോടീശ്വരനാവുന്ന സ്വപ്നം കാണുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ ആദ്യം എന്താ പറയുക, ഒടുക്കത്തെ അഹങ്കാരമാണ് അല്ലെങ്കിൽ ചില്ലറ മോഹമൊന്നുമല്ല. അതൊരു തെറ്റായിട്ടുള്ള മോഹം ഒരിക്കലും അല്ല. പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അതിനെ നെഗറ്റീവായി കാണുന്നു. കാരണം ഇത്രയും താഴെക്കേടുള്ള ഒരാൾ ഇത്രയും വലിയ ആഗ്രഹം മനസ്സിൽ വയ്ക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആ ഒരു എനർജിയാണ് ആളുകൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾക്കതിന് പറ്റില്ല, നിങ്ങൾ ഈ ഒരു ഇതാണെന്നുള്ളൊരു ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളതല്ല. നിങ്ങൾ ഉയർന്ന പൊസിഷനിലേക്ക് എത്താനാണ് നിങ്ങളുടെ യോഗം. നിങ്ങളുടെ അച്ഛനമ്മമാരുടെ അതേ യോഗമല്ല നിങ്ങളുടേത്. നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് വലിയൊരു പൊസിഷനിൽ ഇപ്പോൾ നമ്മൾ കഥകളല്ല ഒറിജിനൽ ലൈഫിൽ പലരുടെയും ചെരുപ്പ് കുത്തിയായിട്ടുള്ള ആളുടെ മകൾ IAS ആയിട്ടുള്ള കഥകളും അല്ലെങ്കിൽ അതേപോലത്തെ പൊസിഷനിൽ നമ്മൾ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി അതാദ്യം നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരായാലും പ്രായമായിട്ടുള്ള ആളുകളായാലും ഈവൻ ഇപ്പോൾ പഠിക്കുന്ന ആളുകൾക്കും ഈ എനർജിയാണ്. കാരണം നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാനുള്ള അവസരം വരുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്കുള്ള ചിലവിനുള്ളത് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതേപോലെ വീട്ടമ്മമാരെ സംബന്ധിച്ച് ഇനി വിദ്യാഭ്യാസം കുറഞ്ഞവരാണെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ ചിന്തിക്കും വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത്. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ബിസിനസ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിൽ എല്ലാവർക്കും അവസരമുണ്ട്. പക്ഷെ പലരും അവരോരെ ചെറുതായി കാണുന്നു എന്നുള്ളതാണ്. ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം ഫസ്റ്റ് ലൈഫിൽ വേണ്ടത്. അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. ചില ആളുകളുടെ എനർജിയിൽ ഇവിടെ പറയുന്ന വീടും കുടുംബവും എല്ലാം ഒരുമിച്ച് കുടുംബവും ജോലിയും ഒരുമിച്ച് നോക്കാൻ പറ്റില്ല എന്നുള്ളത് അത് പലരും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടിട്ട ചിന്തയാണ്. നിങ്ങൾക്ക് രണ്ടും ചെയ്യാൻ പറ്റും. അതിനുള്ള കഴിവും ഒക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങളത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമം തുടങ്ങുകയും അത് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു, അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട്. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് മനസ്സിലേക്ക് എടുക്കാതെ നിങ്ങൾ മറ്റൊരാളോട് എന്താണോ മറുപടി പറയുന്നത് അതാണ് നിങ്ങളുടെ ബ്രെയിൻ കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഫീലിങ്സിന് എന്നുള്ള രീതിയിലല്ല ഇവിടെ വരുന്നത്. നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്നത്. ഇത് എന്നെക്കൊണ്ട് പറ്റും എന്ന് പറയുമ്പോൾ ആ ഒരു ദൃഢമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി പറഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് നിങ്ങളുടെ ബ്രെയിൻ അതാണ് കേൾക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് സംസാരങ്ങളിൽ ഒരിക്കലും നെഗറ്റിവിറ്റി കലർത്താതിരിക്കുക. നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നെഗറ്റീവായിട്ട് ഒരിക്കലും പറയാതിരിക്കുക. ഈ ഒരു മാസം ഒത്തിരി പ്രത്യേകതകളുള്ള മാസമാണ്. നിങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി നമ്മളിപ്പോൾ പറയും പൂരം നക്ഷത്രത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മകം പിറന്ന മങ്കയും പൂരം പിറന്ന പുരുഷനും എന്നാണ്. വളരെ ഉയർന്ന പൊസിഷനിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. ഇതുവരെ നിങ്ങൾ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. കാം മെച്യൂറായിട്ടുള്ള ഡിസിഷൻ വളരെ വ്യക്തതയോട് കൂടിയിട്ട് എടുക്കുകയും വളരെ നല്ല പ്രൗഢിയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യവും ഒരുക്കി തരുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. 10 of Swords എനർജിയാണ്. യു ആർ വാക്കിംഗ് അവേ ഫ്രം നെഗറ്റിവിറ്റി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ നെഗറ്റിവിറ്റിയും നിങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അത് ചില സൗഹൃദങ്ങളായിരിക്കാം നിങ്ങളെ താഴത്തേക്ക് വലിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടുകാരായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്ലാൻസ്, പദ്ധതികൾ, കാര്യങ്ങളും നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരനോ വീട്ടിലുള്ള മറ്റാരെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, ഇവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ സ്വപ്നങ്ങൾ അവർക്കൊരിക്കലും മനസ്സിലാകുന്നില്ല. അവരുടെ ചിന്താഗതി ചെറുതാണ് ആ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കാതിരിക്കുക, മറിച്ച് ആ ഒരു ഉയർന്ന ചിന്തയിലുള്ള ആളുകളോട് സംസാരിക്കുക. അതിനർത്ഥം നിങ്ങൾക്ക് അവരോട് ദേഷ്യം വെക്കണം എന്നല്ല. അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് വേണം നിങ്ങൾ പ്രവൃത്തിയിലേക്ക് ഇറങ്ങാൻ എന്നുള്ളതാണ്.
അപ്പോൾ അതിപ്പോൾ പഠിക്കുന്ന കാര്യമായാലും നിങ്ങൾ എന്തെങ്കിലും എൻട്രൻസ്, നിങ്ങൾ IAS അല്ലെങ്കിൽ നിങ്ങൾ റിസർച്ച് ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആസ്ട്രോണോമി ആ ഒരു ലെവലിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പ്രയത്നം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണ്. ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.